ഗൈസ്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് ഒരു കിഡിലൻ ഫ്ലാറ്റ് വിൽപ്പനയ്ക്കായിട്ടാണ്. അതും ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ഒരു ഡയറക്റ്റ് ഓണർ സെയിലിൻ്റെ ഈ ഒരു ഫ്ലാറ്റ് നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ സീൻ, അടിപൊളി ഗ്രീനറി നിറഞ്ഞ ഒരു സ്ഥലം. അതുമാത്രമല്ല, ഒരു സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട് ഗൈസ്. ഈ കാണുന്ന DD പെവിലിയൻ്റെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ബാൽക്കണി നിന്നുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സണ്ണ് വന്നിട്ട്, അല്ലെങ്കിൽ ആ സൂര്യൻ വന്നിട്ട് ആ ഒരു കടലിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്ന അവസാന നിമിഷം, ആ ഒരു ഗോൾഡൻ ടൈം, അതെ ഗൈസ്, ഒരു ഗോൾഡൻ പീക്ക് ടൈമാണ് നമുക്ക് ഇവിടെ നിന്നാണ് കാണുന്നത്. വൈകുന്നേരം ഈ ഒരു ദൃശ്യം കണ്ട് ഇവിടെ ഇരുന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മൊമെൻറ്റുകളിൽ ഒന്ന് തന്നെയായിരിക്കും. അതുമാത്രമല്ല, ഇവിടെ നമുക്കൊരു കായൽ കാണാനായിട്ട് സാധിക്കും. ആ കായലിൻ്റെ ബാക്കിൽ ഇങ്ങനെ ആ റാ പോലെ നിൽക്കുകയാണ് കടൽ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അസാധ്യമായിട്ടുള്ളൊരു വ്യൂ. ഇവിടെ നമുക്ക് എമ്യൂണിറ്റീസ് ആയിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട്, ജിമ്മുണ്ട്, അതുപോലെ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, ബില്ലിയാർഡ്സിന് വേണ്ടിയിട്ടുള്ള ഗെയിം ഏരിയ ഉണ്ട്, ഒരു ക്ലബ് ഹൗസ് ഉണ്ട്. അങ്ങനെ എല്ലാ എമ്യൂണിറ്റീസും ഉള്ള ഒരു അടിപൊളി ഫ്ലാറ്റാണ് ഇത്. ആക്ച്വലി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മംഗലാപുരം പഞ്ചായത്തിലെ മുരുക്കുമ്പുഴ എന്ന് പറയുന്ന ദേശത്താണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററാണ് വരുന്നത് നമ്മുടെ ടെക്നോ പാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെയിൻ റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ട്രിവാൻഡ്രം ടു കാസർഗോഡ് പോകുന്ന മെയിൻ റോഡ് വലിയ രീതിയിൽ വലുതാവുകയാണ്. അപ്പോൾ അത്രയ്ക്ക് ഒരു അടിപൊളി സ്ഥലത്താണ് ഈ ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഏറ്റവും, അതായത് ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു സൈഡ്, ഇതുപോലൊരു സൈഡ് നമുക്ക് കിട്ടാനേ പോകുന്നില്ല. നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങിച്ചാൽ ഇങ്ങനൊരു ലൊക്കേഷനിൽ ഇങ്ങനൊരു സ്പേസ്, ഇതുപോലൊരു ബ്യൂട്ടി എങ്ങനെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും ഗൈസ്? ഈ വാങ്ങിച്ചൊരു Airbnb ഒക്കെ കൊടുത്താൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. അത്രയ്ക്കുള്ളൊരു വൈബ് സ്ഥലമാണ് ഗൈസ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയും കൂടിയാണെന്ന് ഞാൻ ഈ ഒരു ഫ്ലാറ്റിനെ കുറിച്ച് പറയുള്ളൂ. ഈ ഒരു ഫ്ലാറ്റ് ഡയറക്റ്റ് ഓണർ സെയിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡയറക്റ്റ് ഓണർ സെയിലാകുമ്പോൾ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ആസ്കിങ് റേറ്റിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ഈഗർലി ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുന്നേ നമുക്കൊരു ഓരോരോ സ്ഥലങ്ങൾ കാണാം. ഇതൊരു ഫർണിഷ്ഡ് ഫ്ലാറ്റ് അല്ല, വാങ്ങിച്ച രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് ബാൽക്കണി സ്പേസ് ആണ് നിങ്ങൾ കണ്ടത്. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവിടെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് കാണാം. സെറയുടെ ഫിറ്റിങ്സും കാര്യങ്ങളാണ്. ലൈറ്റുകളൊന്നും ഇപ്പോൾ ഇവിടെ നിലവിലില്ല, അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. അങ്ങനെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ ലിവിങ് ആൻഡ് ഡൈനിങ് സ്പേസ് ഒറ്റ സ്ട്രെച്ചിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു കംപ്ലീറ്റ് ലിവിങ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ചെറിയൊരു ഡൈനിങ് സ്പേസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രി ഡോറ് വരുന്നത്. എപ്പോഴും കാറ്റാണ് കേട്ടോ, അതുകൊണ്ട് എപ്പോഴും ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഓൾവേസ് കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടുത്തെ കിച്ചൺ സ്പേസ് ആണ് ഗൈസ്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡൈനിങ് സ്പേസ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിൽ ഇവിടെ കിച്ചൺ ഈ ഒരു പോർഷനിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ് നമുക്ക് ഇവിടെ കാണുന്നത്. സെൻട്രൽ ഗ്യാസ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം. എപ്പോഴും വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബോർവെല്ലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് വാട്ടർ കണക്ഷനുണ്ട്. അതുകൊണ്ട് വെള്ളത്തിനൊന്നും നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. 1247 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന 3 ബെഡ്റൂം ഉള്ളൊരു ഫ്ലാറ്റാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ 11th ഫ്ലോർ DD, അതായത് ദേശായി ഹോംസിൻ്റെ പെവിലിയൻ എന്ന് പറഞ്ഞ ഫ്ലാറ്റിൽ 11ാമത്തെ നിലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റാണ്. ഇവിടെ നിന്ന് കാണുമ്പോഴും ഒരു അസാധ്യമായിട്ടുള്ളൊരു വ്യൂ ആണ്. സൺസെറ്റ് കാണണമെങ്കിൽ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വന്നാൽ നമുക്ക് ഇവിടെ നിന്നാൽ സൺസെറ്റ് കാണാം. ഏതൊരു സ്ഥലത്ത് നിന്നാലും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇവിടെയാണ് ആ ഒരു കോമൺ ബാത്റൂം വരുന്നത് കേട്ടോ. ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം തികഞ്ഞൊരു ഫ്ലാറ്റാണെന്ന് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നു. ഒരു ചെറിയ ഫാമിലിക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കാനും ഒരു Airbnb പോലെയുള്ള, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിട്ടൊക്കെ നല്ലൊരു റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണെന്ന് ഞാൻ പറഞ്ഞു. ആസ്കിങ് റേറ്റ് ഇവർ ചോദിക്കുന്നത് 68 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായി ഓണറിനെ തന്നെ നിങ്ങൾ വിളിച്ചോളൂ, വേറെ ആരെയും വിളിക്കേണ്ട. എന്നിട്ട് നല്ലൊരു റേറ്റ് ബാർഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അവർ എത്ര രൂപ എനിക്ക് തരുമെന്നൊന്നും എനിക്ക് പറയാനറിയില്ല. പക്ഷേ അവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നെഗോഷ്യബിൾ ആണ്. ഇതിനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്തുമ്പോൾ 68 ലക്ഷം എന്ന് പറഞ്ഞാൽ മതി, നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളിനെ കൊണ്ടുവന്ന് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുക. ഇതവർ പറയണം, ഞാൻ പറയുന്നവർ കേൾക്കണ്ട. അപ്പോൾ നിങ്ങൾ വരിക, ഈ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ ഈ ഒരു സൈഡിലും ഓണർ നമ്പർ ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ.